പ്രിയമുള്ള കിസാൻ വാണി ശ്രോതാക്കളെ, പള്ളിവാസൽ പഞ്ചായത്ത് കാണ്ടിയാമ്പാറ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെടുന്ന ഒരു കർഷകനായ വിൻസെന്റ് ജോർജ് പാറയ്ക്കലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം വിൻസെന്റ് ചേട്ടാ. നമസ്കാരം. വിൻസെന്റ് ചേട്ടൻ ഈ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് എത്ര നാളുകളായി? ഞാനിപ്പോൾ ഏകദേശം ഒരു 30 വർഷത്തോളായി ഈ മേഖലയിലേക്ക് വന്നിട്ട്. ഇപ്പൊ പ്രധാനമായിട്ട് എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? ഇപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏലം, കുരുമുളക്, ജാതി, കൊക്കോ, ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇടവിളയായിട്ട് റബ്ബർ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഇടവിളയായിട്ട് വാഴ ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സിൻ്റെ ആ മേഖലയിലേക്ക് നമുക്ക് വന്നോന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് ഇത്തിരിയും കൂടെ നമ്മൾ സമയമെടുക്കും. അതിനെപ്പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് അതിനകത്തേക്ക് മാറാനായിട്ട്. ഈ പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? പഠനം ഞാൻ എൻ്റെ ചെറുപ്പം കലൂർ സ്കൂളിലായിരുന്നു, തൊടുപുഴയ്ക്കടുത്ത്. അതിനുശേഷം ശല്യാമ്പാറ, പിന്നെ അടിമാലി. കലൂര് സ്കൂളിൽ എങ്ങനെയാണ് പഠിക്കാൻ ഒരു അവസരം ഉണ്ടായത്? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ കലൂര് താമസം. അങ്ങനെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടായത്. അതിനുശേഷം അപ്പച്ചനും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് കുടിയേറിയതാ. അപ്പോൾ ജനിച്ചതൊക്കെ കലൂര് ആണല്ലേ? ജനിച്ചത് കലൂര. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് സ്ഥലം വാങ്ങിച്ചു വന്നത്. ആ, അപ്പച്ചനൊക്കെ ആയിട്ട് അവർ ഇങ്ങോട്ട് അവർ കുടിയേറി പോകുന്നതാണ്. ആ കൂട്ടത്തിൽ നമ്മളും പോന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അന്ന് എന്തൊക്കെയായിരുന്നു പ്രധാന കൃഷികളൊക്കെ ഉണ്ടായിരുന്നത്? അതുപോലെ ഈ പഠിക്കുന്ന കാലത്ത് ഈ മാതാപിതാക്കളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമായിരുന്നോ? ആ കാലത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ അവരുമായിട്ട് ഈ കൃഷിയിൽ ബന്ധപ്പെട്ട് പോകുമായിരുന്നു. കാരണം അന്ന് അപ്പച്ചനൊക്കെ ഇവിടെ കയറി വരുന്ന സമയത്ത് അവർ മെയിനായിട്ട് ബിസിനസ്സായിരുന്നു. കൃഷിഭൂമി ഉണ്ടായിരുന്നുവെങ്കിലും അവർ ശരിക്കും ബിസിനസ് മേഖലയിലായിരുന്നു. അപ്പം ശരിക്കും നമ്മുടെ ഒരു ബിസിനസ് മൈൻഡ് തന്നെയായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഈ കൃഷികൾ ഇങ്ങനെ ഓരോന്ന് കണ്ടും കൃഷി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നടന്നും അങ്ങനെ അതിനോടൊരു താല്പര്യം വന്നതിന് ശേഷമാണ് നമുക്കും എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ എന്നങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മാറിയതിനു ശേഷം നമ്മളെ പയ്യെ കൃഷിയിലേക്ക് മാറിയത്. അപ്പോൾ ഏത് ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞ് പിന്നീട് എന്ത് കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു? അന്നേരം നമ്മൾ ഉടനെ കൃഷിയിലേക്ക് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ശേഷമാണ് കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ മാതാപിതാക്കളുടെ കൂടെ ഈ ബിസിനസ് എന്തിന്റെ ബിസിനസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അവർക്ക് മലഞ്ചരക്കിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ പലചരക്ക്, അങ്ങനെ ഈ പല മേഖലകളിലെ കൃഷിയായിരുന്നു. ബിസിനസ് ആയിരുന്നു. അപ്പോൾ അവരോട് ചേർന്ന് ബിസിനസ് ആയിരുന്നു വിവാഹ സമയം വരെ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതിനുശേഷം ഈ കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ശരിക്കും എൻ്റെ ഭാര്യയാണ് എനിക്ക് ശരിക്കും അതിനൊരു പ്രചോദനമായിട്ട് മാറിയത്. അവർ നല്ലൊരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് കൃഷിയെ പറ്റി എന്നെക്കാളും നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞ് സ്ഥലം എവിടെയാണ് വാങ്ങിച്ചത്? അന്ന് ആദ്യം എന്ത് കൃഷികളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്? അല്ല, അന്ന് നമുക്ക് ശരിക്കും നമ്മുടെ ഈ മേഖല മൊത്തം കുരുമുളക് കൃഷിയായിരുന്നു. നമ്മളെ ഏലോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ആയിട്ടില്ലായിരുന്നു. ഏലകൃഷിയിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒന്ന് മാറിയിട്ട് ഒരു 7-8 വർഷത്തോളം ആയിട്ടുള്ളൂ. അതുവരെ പ്രധാനമായിട്ടും കുരുമുളക് കൃഷിയിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് അല്ലേ? നമുക്ക് ഈ മേഖല എല്ലാം കുരുമുളക് കൃഷിയായിരുന്നല്ലോ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. കുരുമുളക്, പിന്നെ കാപ്പി, കമുകൊക്കെ ഉണ്ടായിരുന്നു. കാപ്പി ഉണ്ടായിരുന്നു, കമുകൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്നത് കുരുമുളക് കൃഷിയായിരുന്നു. കാരണം നമ്മുടെ ഈ മേഖല എല്ലാ കാലഘട്ടങ്ങളിൽ കുരുമുളക് കൃഷിയായിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇവിടെ നല്ല നല്ല രീതിയിലുള്ള കൊടിത്തോട്ടങ്ങൾ ഇങ്ങനെ കാഴ്ച കിടക്കുന്നതൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടതിങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരുമുളക് കൃഷിയിൽ എന്തൊക്കെ ഇനം കുരുമുളകാണ് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്നത്? അന്ന് നമ്മൾ ശരിക്കും മെയിനായിട്ട് ഉണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിൽ കരിമുണ്ട എന്ന് പറയുന്ന ഒരു ഇനവും, പിന്നെ പന്നിയൂർ 1, ചെങ്ങന്നൂര്, നീലമുണ്ടി, അങ്ങനെയുള്ള ഐറ്റങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഈ കരിമുണ്ട കൃഷി ശരിക്കും നശിക്കാൻ തുടങ്ങി, കേടുബാധിച്ചു തുടങ്ങി. ദ്രുതവാട്ടം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കീടബാധ. അത് ഒരു കാരണവശാലും നമ്മുടെ ഒരു കൺട്രോളിൽ വരാത്ത അവസ്ഥയിൽ ആ ഒരു ഐറ്റം മാത്രം നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ പന്നിയൂർ 1 നല്ലൊരു ഐറ്റമാണ്, അതിനൊക്കെ കീടബാധകൾ കുറവാണ്. അങ്ങനെ നമ്മൾ ശരിക്കും പന്നിയൂർ 1 കൃഷിയായിരുന്നു. പിന്നെ ചെങ്ങന്നൂര് നമുക്ക് വലിയ ഈ അണുബാധകളൊന്നും ഇല്ലാതെ നമുക്ക് നിന്ന് കിട്ടുന്ന ഒരു കൃഷിയായിരുന്നു. അല്പം തൂക്കക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കേടൊന്നും അങ്ങനെ കാര്യമായിട്ട് ബാധിക്കില്ല. അതിൽ കേടങ്ങനെ ബാധിക്കുന്നില്ലായിരുന്നു. പ്രത്യേകിച്ചും പന്നിയൂർ 1 ഇച്ചിരി ചോരയ്ക്കകത്താണെങ്കിലും നമുക്ക് നല്ല വിളവ് തരുമായിരുന്നു. അത് കാരണം നമ്മൾ ആ ഒരു മേഖലയാണ് കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്.
അത് ആ, അതിനുശേഷം ഈ കുരുമുളക് കൃഷിയെ ദ്രുതവാട്ടം എല്ലാ രീതിയിലും ബാധിക്കാൻ തുടങ്ങി. അത് നമ്മൾ പുതിയത് ചെയ്താലും ഏകദേശം ഒരു 3 വർഷത്തിൽ കൂടുതൽ നമുക്ക് നിന്ന് കിട്ടാത്തൊരവസ്ഥ വന്നു. പിന്നെ മുരിക്ക് അത് നമുക്ക് നിന്ന് കിട്ടില്ല, അതും കേടായി പോകുന്നു. ഒന്നുകിൽ മുരിക്ക് കയറി വന്നാൽ കൊടി കയറി വരില്ല, കൊടി കയറി വന്നാൽ മുരിക്ക് കയറി വരില്ല. അപ്പോൾ ഒന്നുകിൽ മുരിക്ക് ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ കൊടിക്ക് കേട് പിടിച്ച് ഒരു ഏകദേശം ഒരു 3-4 വർഷത്തിനകത്ത്. അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടക്കുമുതൽ പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പൊ നമ്മള് എല്ലാവരും നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഏലം കൃഷിയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങി. കാരണം രാജാക്കാട്, എൻ്റെ വൈഫിന്റെ ഹൗസ് രാജാക്കാടാ. അവൾ ആ ഏരിയ മൊത്തം ഏലകൃഷിക്കാരാ. അപ്പൊ വൈഫ് എൻ്റെ അടുത്ത് സംസാരിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏലകൃഷിയിലേക്ക് ഒന്ന് ചിന്തിച്ചാലോ എന്ന്. ശരിക്കും അങ്ങനെയാണ് ഞാൻ ഏലകൃഷിയിലേക്ക് വരുന്നത്. ശരിക്കും സപ്പോർട്ടായിട്ട് വൈഫ് ഉണ്ടായിരുന്നു. അവർ നല്ലൊരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്നതാ. ശരിക്കും വൈഫിന്റെ വീട്ടുപേര് തട്ടാർകുന്നേൽ, രാജാക്കാട് എവിടെയാണ് വീട്? രാജാക്കാട് NR സിറ്റി. അപ്പോൾ അങ്ങനെ കുരുമുളകിന് വ്യാപകമായിട്ട് കേട് ബാധിച്ച് അത് ഒരു തരത്തിലും ആദായകരമല്ലാതെ വന്നപ്പോഴാണ് ഏലകൃഷിയിലേക്കും മറ്റ് കൃഷികളിലേക്കും മാറി ചിന്തിച്ചത്, അല്ലേ? ശരിക്കും അങ്ങനെ മാറി ചിന്തിച്ചത്. അപ്പോൾ ഈ പ്രധാനമായിട്ട് അന്ന് ഈ കുരുമുളക് നമ്മൾ കൃഷി ചെയ്തിരുന്നപ്പോൾ ഈ അന്ന് ഈ കുരുമുളകിന്റെ വിലക്കുറവും ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചിട്ടില്ലേ? ഒരു പരിധിവരെ ശരിക്കും കർഷകരെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അക്കാലത്തൊന്നും നമ്മൾ ഈ കുരുമുളക് കൃഷി തുടങ്ങുന്ന കാലത്തൊന്നും നമുക്ക് അങ്ങനെ അന്നത്തെ നമുക്ക് കൃഷി ചെലവുകൾ കുറവായിരുന്നു. അത് കാരണം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തു പോകുമായിരുന്നു. ഇപ്പൊ നമുക്ക് ഏത് കൃഷിയിലേക്ക് ചിന്തിച്ചാലും നമുക്ക് ഒരു രീതിയിലും കൃഷി ചെലവുകൾ താങ്ങാൻ പറ്റുന്നില്ല. മണ്ണിന്റെ ഘടന മാറിപ്പോയി, കൂലിച്ചെലവ് വർദ്ധിച്ചു. പിന്നെ നമുക്ക് ഒരു മാർക്കറ്റ്, കറക്റ്റായ ഒരു മാർക്കറ്റ്, ഇതിന് വില കിട്ടാത്ത ഒരവസ്ഥ വന്നു. കൃഷിനാശം, അതായത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മളെ കൃഷിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ശരിക്കും മണ്ണിന്റെ മറ്റേ pH എല്ലാം മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ ശരിക്കും മണ്ണ് ശരിക്കും വിണ്ട് കീറുന്ന ഒരവസ്ഥയുണ്ടായി, വേനല് കടുത്തിട്ട്. അപ്പൊ ശരിക്കും മണ്ണിന്റെ ആ pH മാറിപ്പോയിട്ട് നമ്മൾ എന്ത് കൃഷി ചെയ്താലും നമുക്ക് ശരിക്കും അതിന് നമുക്കൊരു ആനുപാതികമായ ഒരു വിളവ് കിട്ടാനോ, അല്ലെങ്കിൽ ശരിക്കും എന്താ പറയുന്നത്, നമുക്കൊരു രീതിയിലും ഒരു ആദായകരമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. ഈ കുരുമുളക് കൃഷി അന്ന് ചെയ്തിരുന്നപ്പോൾ അന്ന് ഇതിന്റെ പണികളെല്ലാം നമ്മൾ തന്നെയാണോ അന്ന് കൂലിക്ക് ആളെ കൂട്ടിയാണോ ചെയ്തിരുന്നത്? അല്ല, അന്ന് ശരിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഈ വിളവെടുക്കുന്ന സമയത്തായിരുന്നു നമ്മൾ മെയിനായിട്ടും ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും നമ്മൾ സ്വന്തം തന്നെയാണ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മൊത്തം എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? ഇപ്പം ശരിക്കും 2 ഏക്കർ സ്ഥലത്ത് മെയിനായിട്ട് ഏലം തന്നെയാണ്. പിന്നെ ഒരു 2 ഏക്കർ സ്ഥലത്ത് ജാതിയുണ്ട്, കൊക്കോയുണ്ട്, കുരുമുളകുണ്ട്, റബ്ബറുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം മെയിൻ കൃഷിയായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഏലം കൃഷി ചെയ്തിരിക്കുന്നിടത്ത് ഏലം മാത്രമാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്, അല്ലേ? പ്രധാനം ഏലം മാത്രമല്ല, അതിൻ്റെ അകത്ത് റബ്ബർ നിൽക്കുന്നുണ്ട്, ജാതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ റബ്ബർ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഏലകൃഷി ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റബ്ബറിന് ശരിക്കും ഉൽപാദനം കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഏലത്തിന് കൊടുക്കുന്ന ആ പരിഗണന ആവാം റബ്ബറിനും കൂടെ അത് മെച്ചപ്പെട്ട് കിട്ടിയത്. അപ്പോൾ റബ്ബർ കൃഷിക്കുള്ളിലും, അതായത് റബ്ബർ തോട്ടത്തിനുള്ളിലും ഇപ്പോൾ ഏലം കൃഷി ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ മെച്ചമാണെന്നാണ് വിൻസെന്റ് ചേട്ടൻ്റെ അഭിപ്രായം. ശരിക്കും മെച്ചമാണ് നമുക്കത്. കാരണം ഒരു കുറെ നാൾ ഏലകൃഷി നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഈ റബ്ബറിനകത്ത് നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ ഏകദേശം ഒരു 50% കൂടെ വർധനവ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഏലകൃഷിയിലേക്ക് തുടങ്ങി കഴിഞ്ഞപ്പം. കാരണം ഏലത്തിന് നമ്മൾ ഇത്തിരിയും കൂടെ പരിഗണന കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും കേടും റബ്ബറിന് മാറി കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ. ഏതിനം റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത്? 105 മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ 414 അങ്ങനെയുള്ള ഐറ്റങ്ങൾ, ഈ 2 ഐറ്റങ്ങളേ ഉള്ളൂ. ഇത് പട്ടയൊക്കെ ഇട്ടാണോ, കവറിങ് ഒക്കെ ഇട്ടാണോ കൃഷി ചെയ്തിരിക്കുന്നത്? അല്ല, അത് കവറിങ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മൾ കവറിങ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടമരപ്പ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഈ മഴക്കാലത്തുള്ള ഒരു ചെറിയ ഒരു ആദായക്കുറവ് മാത്രമേ ഉള്ളൂ റബ്ബറിൽ നിന്ന്.
ബാക്കിയുള്ള സമയത്ത് നമുക്ക് ശരിക്കും ആദായം എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഏലം ഏതിനും ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്? ഏലം ശരിക്കും ഞള്ളാനി ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപ്പൊ അതിന് ഇത്തിരി പരിഗണന നമ്മൾ കൂടുതൽ കൊടുക്കണം. അപ്പൊ പല സമയത്തും ചിലപ്പോൾ നമുക്ക് ഈ മരുന്നിന്റെ ലഭ്യത കുറവ്, അപ്പൊ അതിനുള്ള പരിഗണന കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് കൃഷി ചെലവ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കാരണം അതിനേക്കാൾ ഇത്രയും കൂടെ പരിഗണന കുറഞ്ഞ ഇനങ്ങള്, ശരിക്കും പേരുകളെല്ലാം തന്നെ എനിക്ക് പറയാൻ അറിയില്ല. എന്നാലും കണിപ്പറമ്പനുണ്ട്, പിന്നെ ഞള്ളാനിയുണ്ട്, പിന്നെ ഏതോ ഒരു ഐറ്റം ഉണ്ടായിരിക്കും, അതിന് കറക്റ്റ് പേര് കിട്ടുന്നില്ല. 9 ബോൾട്ട് അല്ല, തിരുതാളി ഇല്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു അടുത്ത് നമ്മളൊരു എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുറെ ഏലം ചെയ്തിട്ടുണ്ട്. ആ, പാനിക്കുളങ്ങരയില്ല. അപ്പം പ്രധാനമായിട്ടും കണിപ്പറമ്പനും ഞള്ളാനിയുമാണ്, പിന്നെ ഇവിടെ അടുത്തുള്ള തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരിനം ഏലവുമാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന ഏല ഇനങ്ങളല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ കണിപ്പറമ്പൻ ആണോ നല്ല മെച്ചപ്പെട്ട വിളവ്? കുഴപ്പമില്ല. അപ്പൊ ഈ ഏലം ഇനങ്ങളിൽ ഈ കണിപ്പറമ്പനാണോ ഇപ്പോൾ കൂടുതൽ ഇവിടെ ആദായകരമായിട്ട് തോന്നുന്നത്? കണിപ്പറമ്പൻ ശരിക്കും നമുക്ക് കീടബാധ കുറവുണ്ട്. ഇത് വെയിലാണെങ്കിലും കുഴപ്പമില്ല. അതിനെ ശരിക്കും അതിനെ ശരിക്കും പ്രതിരോധിക്കും, ചൂടിനെ പ്രതിരോധിക്കും. പിന്നെ ഇതിന്റെ തണ്ടിന് ജലാംശം കുറവായിരിക്കും അല്ലേ? തണ്ടിന് ഞള്ളാനിയെ അപേക്ഷിച്ച് ഞള്ളാനി പെട്ടെന്ന് തണ്ട് ജലം വെയിറ്റ് കൂടിയാ ഒടിഞ്ഞു പോകുമല്ലോ. ഞള്ളാനി ശരിക്കും ഇതിന് നമുക്ക് കണിപ്പറമ്പിന് ശരിക്കും തണ്ടിന് ഞള്ളാനിയുടെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ്, കരുത്ത് കൂടുതലുണ്ട്. അപ്പൊ ശരി കാറ്റോ അല്ലെങ്കിൽ ഇത്തിരി ജലാംശം കൂടുതലാണെങ്കിൽ പോലും നമുക്കിത് ഒടിയില്ല. ആ ഒരു പ്രത്യേകത കണിപ്പറമ്പനുണ്ട്. വിളവ് എങ്ങനെയാണ്? വിളവ് കണിപ്പറമ്പനാണ് നമുക്ക് ഇത്രയും കൂടെ മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത്. കാരണം ആ കാലാവസ്ഥയുടെ ആ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ. ഞള്ളാനി ചിലപ്പോ ഞാൻ ഇതുവരെ കണ്ടുവന്നിടത്തോളം ഞള്ളാനിക്ക് ഒരു പ്രത്യേക കാലാവസ്ഥയാണ്, തണുപ്പ് കൂടുതലുള്ളിടത്തും ഒക്കെയാണ് അത് ശരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് ഇവിടെ മഞ്ഞ് വീഴ്ച ഇത്രയും കൂടെ കൂടുതലുള്ള സ്ഥലമായത് കാരണം ഇലകരിച്ചിലുണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കണിപ്പറമ്പിന് ഇത്തിരി കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കണിപ്പറമ്പൻ ഏലം കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാമോ? തുടക്കം നമ്മൾ കുഴിയെടുക്കുന്നു, പിന്നെ അത് ചിമ്പാണോ നടുന്നത്, അതോ അതിന്റെ പാകിയ തൈയാണോ നടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ? നമ്മൾ ശരിക്കും ചിമ്പാണ് നടുന്നത്. പിന്നെ നമ്മൾ അതിന് കൊടുക്കുന്ന പരിഗണനയാണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്ന വളങ്ങള് ശരിക്കും ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു 40-45ഓളം ചിമ്പ് കയറി വരുന്നുണ്ട് കണിപ്പറമ്പിന്. എന്നാൽ ഞള്ളാനിക്ക് അത്രയും കയറി വരുന്നില്ല. ഈ ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ജൈവവളങ്ങളാണോ ഉപയോഗിക്കുന്നത്, അതോ രാസവളങ്ങളോ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ? തുടക്കത്തിൽ നമ്മൾ ജൈവവളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ നമുക്ക് രാസവളത്തിലേക്ക് മാറാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ കൂടുതലും ഈ കീടനാശിനികളും ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ജൈവ കൃഷിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി നശിച്ചു. അപ്പം നമ്മളും ഇതിലേക്ക് മാറാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നത് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ ഈ കീടനാശിനികളും രാസവളങ്ങളും അതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കേട് കുറയ്ക്കാനായിട്ട് ശരിക്കും നമ്മൾ ഈ കുമ്മായം, അതേപോലെ മഗ്നീഷ്യം, സൾഫർ, മഞ്ഞൾപ്പൊടി ഇത് ചേർത്തിട്ടുള്ള മിശ്രിതം നമ്മൾ ശരിക്കും ഈ വേനൽ കഴിഞ്ഞു വരുന്ന ഒരു അവസരത്തിൽ മഴയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടെ ഫലപ്രദ. കാരണം ഏലത്തിന്റെ ആ ഒരു പഴയ അവസ്ഥ മാറിയിട്ട് ശരിക്കും ഇത്രയും കൂടെ ചെറുപ്പമായിട്ട് വരുന്നുണ്ട് ഏലം. അതായത് അല്പം പ്രായമുള്ള ഏലമാണെങ്കിൽ പോലും ഈ സൾഫറും അതുപോലെ കുമ്മായവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ചെടി ചെറുപ്പമായി വരുന്നുണ്ട് അല്ലേ? ചെറുപ്പമായി വരുന്നുണ്ട് ശരിക്കും. ഒരു നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ഉന്മേഷം പോലെ നമ്മൾ നല്ലൊരു ആഹാരം കഴിച്ചാൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ചെടി നന്നായിട്ട് ചിമ്പടിച്ച് കയറി വരുന്നുണ്ട്. നല്ലൊരു ഉന്മേഷം നമുക്ക് ആ ചെടിയെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മളൊരു വർഷത്തിൽ എത്ര തവണ വളപ്രയോഗം നടത്തേണ്ടി വരും? ശരിക്കും നമ്മൾ മഴക്കാലത്ത് അധികം വളപ്രയോഗം ചെയ്യുന്നില്ല. കാരണം ശരിക്കും നമ്മൾ ഈ മഴക്കാലത്ത് അധികം വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ചെയ്യുന്ന വളത്തിന്റെ ഇതെല്ലാം ഈ ഏലത്തിന്റെ അടിയിൽ കേന്ദ്രീകരിച്ചിട്ട് ഈ മഴയുടെ സമയം വരുമ്പം
തണ്ട് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്, ചോടെ മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, തട്ടമറിച്ചില്. അപ്പൊ ശരിക്കും നമ്മൾ മഴക്കാലത്തിനൊക്കെ മുന്നേ വെയിലുള്ള സമയത്തും അങ്ങനെ ശരിക്കും നമ്മൾ ആ സമയത്ത് വളങ്ങൾ കലക്കി ഒഴിച്ചാ കൊടുക്കുന്നത് ശരിക്കും ജൈവവളങ്ങള്. ആ അപ്പോൾ വേനൽക്കാലത്ത് തന്നെ എല്ലാ വളപ്രയോഗങ്ങൾ പ്രധാനമായിട്ടും ചെയ്തു തീർക്കുന്നത് ഏലത്തിന് കൂടുതൽ ആദായകരവും അതുപോലെ അതിൻ്റെ ചെടിയുടെ ആരോഗ്യത്തിനും ഫലപ്രദമായിരിക്കുമെന്നാണ് വിൻസെൻ്റ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഇത് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേരിന് അത് ആഗീരണം ചെയ്യാനും സാധിക്കും അല്ലേ? ശരിക്കും സാധിക്കും. നമ്മൾ ശരിക്കും ഒന്ന് നനച്ചും കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകിൽ ഇന്ന് നമ്മൾ വളം കലക്കി ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തലേ ദിവസം ഒന്ന് നനച്ചു വിടുക. അത്യാവശ്യം ഏകദേശം ഒരു 15-20 ലിറ്ററോളം വെള്ളം ഒരു ചെടിയുടെ ചോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും നനവാകും. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം കൊടുക്കുന്ന ഈ വളം പെട്ടെന്ന് ഇതിന്റെ വേരുകൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, മണ്ണിലേക്ക് ലയിച്ചു ചേരും. ഈ എല്ലാ വളങ്ങളും ഇങ്ങനെ കലക്കി ഒഴിക്കാറാണോ പതിവ്, അതോ അല്ലാതെയും ചെയ്യാറുണ്ടോ? കൂടുതൽ വളങ്ങൾ നമ്മൾ കലക്കി ഒഴിക്കുക ചെയ്യുന്നത്. നമ്മൾ പുതിയ കൃഷി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും പുതിയ ചിമ്പ് കയറി വരാനായിട്ട് ഈ മഴയുള്ള സമയത്ത് DAP 10-26 അങ്ങനെ പോലെയുള്ള വളങ്ങൾ നമ്മൾ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചിമ്പടിച്ച് വരാൻ നല്ലതാ. പിന്നീട് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ഇതിന്റെ തണൽ ക്രമീകരണമൊക്കെ എങ്ങനെയാണ്? അതുപോലെ ചുവട്ടിൽ മൾച്ചിങ് ഇട്ട് കൊടുക്കാറുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? വേനൽക്കാലത്ത് നമ്മളിപ്പോൾ അത്യാവശ്യം ശരിക്കും നല്ല പ്ലാവുള്ള ഏരിയ ആണെങ്കിൽ അതിന് നല്ല തണുപ്പുണ്ട്, അതിന്റെ ഇലയ്ക്ക് തന്നെ നല്ലൊരു തണുപ്പുണ്ട്. ആ തണുപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏലത്തിനും കിട്ടും. അപ്പൊ മഴക്കാലത്ത് അത്യാവശ്യം ഈ ചോലയുള്ള ഏരിയ ആണെങ്കിൽ ശരിക്കും നമ്മൾ എന്നാലും ചോട്ടിൽ നമ്മൾ ചപ്പ് ചേർത്ത് കൊടുക്കണം, മണ്ണിനെ ഉണക്ക് ബാധിക്കാതിരിക്കാനായിട്ട്. അത് പിന്നീട് നമ്മൾ ഈ മഴ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും അത് മാറ്റാറുണ്ടോ, അതോ അങ്ങനെ തന്നെ തുടർന്ന് പോകാറാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ശരിക്കും ഇതിന് പൊത കൊടുത്തിരിക്കുന്നത് അധികമാണെങ്കിൽ നമ്മൾ വേനലിനെ പ്രതിരോധിക്കാനാണ് ശരിക്കും നമ്മൾ ഇത്തിരി കട്ടിക്ക് പൊത കൊടുക്കും. അത് നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ അത് നമ്മൾ ഒരു മട്ട് നന്നായിട്ട് അതിന്റെ ചോട്ടിൽ നിന്ന് മാറ്റും. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഈ കീടബാധകൾ ഒത്തിരിയാവും, അഴുകൽ കൂടും. അതേപോലെയുള്ള കീടബാധകൾ ശരിക്കും നമ്മളെ ഏലത്തിനെ ബാധിക്കും. അപ്പൊ നമ്മൾ അന്നേരം ശരിക്കും ഈ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇതിന്റെ ചോടെല്ലാം നമ്മൾ വൃത്തിയാക്കും. പിന്നീട് നമ്മൾ ഈ വേനൽക്കാലത്തോ അല്ലെങ്കിൽ മറ്റേ ഇതിന്റെ ഏലത്തിന്റെ കൈയൊക്കെ ഉണങ്ങിയിട്ട് അതൊക്കെ നീക്കം ചെയ്യുക, ഒരുക്കി നിർത്തുക, അതൊക്കെ എത്ര തവണ ചെയ്യാറുണ്ട് ഒരു വർഷം? അത് ശരിക്കും നമ്മളിപ്പോ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിതെല്ലാം വൃത്തിയാക്കും. അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങനെ ഉണക്ക് വരുന്നില്ലല്ലോ. ശരിക്കും വേനൽക്കാണ് പിന്നെ ഉണക്ക് വരുന്നത്. അപ്പൊ ആ സമയമാകുമ്പോൾ വീണ്ടും നമ്മൾ ഏകദേശം ഒരു 3-4 തവണ ചെയ്താൽ മതിയാവും എനിക്ക് തോന്നുന്നത്. ഈ മരുന്ന് തളിക്കൽ എങ്ങനെയാണ്? എത്ര ദിവസം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ശരിക്കും വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് തണ്ട് തുരപ്പൻ അതങ്ങനെ പോലെയുള്ള ഈ കീടബാധകൾ നമ്മളെ ഏലത്തിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അതിന് ശരിക്കും ഒരു 25 മുതൽ 28 ദിവസം വരെ ഉള്ള ആ കാലയളവിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏലത്തിന് അങ്ങനെ വലിയ ബാധ ഏൽക്കുന്നില്ല. മഴക്കാലത്ത് നമുക്ക് ഈ പ്രശ്നം ഇങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. അത് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ തണ്ടുതെറുപ്പം പോലെയുള്ള കീടബാധകളുടെ പ്രവർത്തനം കുറവാണ്. അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും ചിലപ്പോൾ നമുക്കൊരു 45-50 ദിവസ കാലയളവിൽ മരുന്നടിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ ഒരു 45-50 ദിവസത്തിനിടയിലും വേനൽക്കാലങ്ങളിൽ 1 മാസത്തിനുള്ളിലുമാണ് മരുന്ന് കളിക്കുന്നത് അല്ലേ? 25-28 ദിവസം ഏകദേശം. പിന്നീട് ഇതിന്റെ വിളവെടുപ്പിലേക്ക് വന്നാൽ ഇവിടെ തന്നെ തൊഴിലാളികളെ കിട്ടുന്നുണ്ടോ, അതോ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണോ വിളവെടുപ്പ് നടത്തുന്നത്? നമ്മളിതിന്റെ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം നമ്മുടെ ഈ മേഖലയിലെ ഏലകൃഷി വ്യാപകമായതിനു ശേഷം നമുക്ക് തൊഴിലാളികളെ കിട്ടുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഹിന്ദിക്കാരാണ് നമുക്ക് ഇപ്പൊ മെയിനായിട്ടും കിട്ടുന്നത്. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് കൂടുതലായിട്ട് അതിനുവേണ്ടി ആശ്രയിക്കുന്നത് അല്ലേ? പിന്നെ ഇത് കായ ഉണങ്ങിയെടുക്കുന്നതൊക്കെ നമ്മൾ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റോറുണ്ടോ, അതോ അടുത്തുള്ള സ്റ്റോറിൽ കൊണ്ട് ഉണങ്ങുകയാണോ ചെയ്യുന്നത്? നമുക്ക് സ്വന്തമായിട്ട് സ്റ്റോറില്ല. കാരണം സ്വന്തമായിട്ട് നമുക്ക് സ്റ്റോർ ഇടണമെങ്കിൽ വിറകിന്റെ ലഭ്യത കുറവുണ്ട്, പിന്നെ കറണ്ട്, തൊഴിലാളികള്. അപ്പൊ നമുക്കൊരു കുറച്ച് അല്ലെങ്കിൽ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യണം.
അപ്പൊ അതിനുള്ള നമുക്ക് സൗകര്യക്കുറവ് കാരണം നമുക്ക് അടുത്ത സ്റ്റോറുകൾ ഇപ്പം ഈ ഏലകൃഷി വ്യാപകമായപ്പം നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ 3, 4, 5 സ്റ്റോറുകൾ വരെയുണ്ട്. അപ്പൊ നമ്മൾ അവരെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഏലത്തിന്റെ വില ഒരുവിധം ആദായകരമായിട്ടാണോ തോന്നുന്നത്? എത്ര രൂപ ഒരു കിലോ ഏലക്കായ്ക്ക് കിട്ടിയാൽ ഈ ഏലം കൃഷി ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കൃഷി ചെലവും അതായത് വളങ്ങളുടെ ഈ വില ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഏകദേശം ഒരു 2500 രൂപ എങ്കിൽ കുറയാതെ 1 കിലോ ഉണങ്ങിയ ഏലക്കായ്ക്ക് കിട്ടിയാൽ കൃഷി നമുക്ക് പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അതിന് താഴേക്ക് പോയാൽ നഷ്ടമാണല്ലേ? നഷ്ടമാണെന്നല്ല, ശരിക്കും നമ്മുടെ ഏകദേശം ഇപ്പോഴത്തെ കൃഷി ചെലവുകള്, നമ്മൾ ഇതിന്റെ പരിപാലനത്തിന് വരുന്ന ചെലവുകള് എല്ലാം നമുക്ക് കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഏകദേശം ഒരു 2500 രൂപയിൽ കുറയാതെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷി വലിയ നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഇനി മറ്റു കൃഷികളിലേക്ക് വന്നാൽ ഈ കുരുമുളക്, അതുപോലെ കൊക്കോയെ, ജാതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ജാതി, കൊക്കോയെ, കുരുമുളക് അവയെല്ലാം ഇടകലർത്തിയാണോ പ്രധാനമായിട്ടും മിക്കവാറും കൃഷി ചെയ്തിരിക്കുന്നത്? എല്ലാം ഇടകലർന്നാണ് നിൽക്കുന്നത്. ഈ കൊക്കോയ്ക്ക് ഇടകലർത്തി കുരുമുളക് നട്ട് കഴിഞ്ഞാൽ അത് ആദായകരമാണോ? ആദായകരമാണ്. ശരിക്കും നമ്മൾ കൊക്കോയുടെ അടിക്കമ്പുകൾ നിർത്തുന്നില്ല, ശരിക്കും നമ്മൾ മുകളിലോട്ടുള്ള ഭാഗങ്ങളാണ് നിർത്തുന്നത്. അപ്പൊ നമുക്ക് ഈ കൊടിയുടെ താങ്ങുകാലുകൾ പോയാൽ പോലും അതിലേക്ക് നമ്മൾ കൊക്കോയിലേക്ക് പടർത്തി കയറ്റിവിടും. അപ്പൊ അത് നമുക്കൊരു പരിധി വരെ ഗുണമാണ്. ഈ കൊക്കോയുടെ തടിയേലൊക്കെ കായ ഉണ്ടാവുകയും ചെയ്യും. ആ തടിയേല് കായ ഉണ്ടാവും, അത് നമുക്ക് നഷ്ടം വരുന്നില്ല. ഈ കൊക്കോയ്ക്ക് ഈ വർഷം വളരെ മോഹവില എന്നുള്ള രീതിയിൽ 1000-ന് മുകളിൽ വില വരികയൊക്കെ ചെയ്തല്ലോ. എത്ര മരം കൊക്കോ, എത്ര കൊക്കോ ചെടികൾ ഉണ്ടാവും ഏകദേശം? കൊക്കോ അങ്ങനെ ശരിക്കും എനിക്ക് വ്യാപകമായിട്ടുള്ള കൃഷിയില്ല, എന്നാലും എന്റെ പറമ്പിൽ ഏകദേശം ഒരു 100-ന് മേളിൽ കൊക്കോകളുണ്ട്. അതിൽ നിന്ന് ഈ വർഷം ഒരുവിധം നല്ല ആദായം കിട്ടിയോ? പ്രതീക്ഷിക്കാത്ത ഒരു വില ഇത്തവണ നമുക്ക് കയറി വന്നു. ശരിക്കും നമ്മുടെ ആളുകളൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഗോൾഡാണ് ഇപ്പോൾ പറമ്പിൽ നിൽക്കുന്നത്, കൊക്കോയല്ല. ഒരു കൊക്കോ പരിപ്പിന് 1 രൂപ വില എന്നുള്ള ഒരു ശരിക്കും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കൊക്കോയുടെ വില കയറി വന്നു. ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. അത് 1000-ന് മുകളിൽ വില വന്നു. അതിപ്പോ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 500-ന്റെ താഴെയായി. അത് നമ്മൾ ശരിക്കും നമ്മളൊരു പ്രതീക്ഷിക്കുന്ന ഒരു വിലയല്ല. ഏകദേശം നമുക്കൊരു 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 500 രൂപ കിട്ടിയാലും നമുക്ക് നഷ്ടമില്ല. ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വർഷത്തിൽ വെട്ടിയൊരുക്കി നിർത്തുന്നത് എത്ര തവണ ചെയ്യണം? അതുപോലെ ഇതിന് ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കേണ്ടതുണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് എത്ര തവണ ചെയ്യണം? അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? ബോഡോ മിശ്രം നമ്മൾ ശരിക്കും തളിച്ചു കൊടുക്കുന്നത് മഴ തുടങ്ങുന്നതിന് തൊട്ട് ഏകദേശം ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു 15 ദിവസം മുന്നേ ബോഡോ മിശ്രം തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊക്കോയ്ക്ക് ഇലയ്ക്കല്ല കായ്ക്ക് കരിച്ചിൽ കുറഞ്ഞു കിട്ടുന്നുണ്ട്. അതേപോലെ മഴക്കാലം മാറിയതിന് ശേഷവും നമ്മൾ ഈ ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു രീതിയാണ്. പിന്നെ ഈ വെട്ടിയൊരുക്കി നിർത്തുന്നത് ചെയ്യാറുണ്ടോ? വെട്ടിയൊരുക്കുന്നത് നമ്മളെ മാർച്ച് ഏപ്രിൽ മാസത്തില്, അത് ശരിക്കും ഒരു തവണ ചെയ്താൽ മതി. പിന്നെ നമ്മൾ വരുന്ന തളിർപ്പുകൾ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഈ കൊക്കോ നമ്മൾ പറിച്ചെടുത്തിട്ട് അത് പച്ചക്കാണോ കൊടുക്കുന്നത്, അതോ പരിപ്പെടുത്തിട്ട് അത് ഉണങ്ങിയാണോ കൊടുക്കുന്നത്? നമ്മൾ വേനൽക്കാലത്ത് മാത്രം ഉണങ്ങി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് നമുക്കത് ഉണങ്ങാനുള്ള ഒരു സംവിധാനം നമുക്ക് കുറവുണ്ട്. അപ്പൊ ശരിക്കും മഴക്കാലത്ത് നമ്മൾ അത് പരിപ്പായിട്ട് തന്നെ വിൽക്കും, പച്ചപ്പരിപ്പായിട്ട് തന്നെ. അല്ലാത്ത സമയത്ത് നമ്മൾ കൂടുതലും ഉണങ്ങി കൊടുക്കാനാണ് ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഇത്തിരി കൂടെ മെച്ചം അതാ. ഇനി ജാതി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ജാതി നാടൻ ജാതിയാണോ അതോ ബഡ് ചെയ്ത ജാതി മരങ്ങളാണോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ ശരിക്കും ബഡ് ചെയ്ത തൈകൾ വാങ്ങിച്ചതുകൊണ്ട്, അതായത് കാട്ടുപത്രിയുടെ തൈ നട്ടതിന് ശേഷം അതിൽ ബഡ് ചെയ്തിരിക്കുന്ന തൈകളും ഉണ്ട്. ഇവയിൽ ഈ കാട്ടുപത്രിയുടെ ജാതി തൈകൾ ബഡ് ചെയ്ത ജാതിക്കാണോ കൂടുതൽ ഉൽപാദനം അല്ലെങ്കിൽ മറ്റ് ഗുണങ്ങളുള്ളത്, അതോ അല്ലാത്ത ജാതിക്കാണോ? കാട്ടുപത്രിയിൽ ചെയ്തിരിക്കുന്ന തൈക്ക് നമുക്കൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്വേരിന് നല്ല ഇത് കിട്ടും, പിടുത്തമുണ്ട്. ചെറിയ കാറ്റത്തോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴില്ല. നേരെ മറിച്ച് നമ്മൾ ബഡ് ചെയ്തിരിക്കുന്ന ജാതിയാണെങ്കിൽ അത് കാറ്റത്ത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്, ചൂടോടെ മറിയാനുള്ള സാധ്യതയുണ്ട്. കാട്ടുപത്രിയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ജാതി ഇവിടെ ഒരുവിധം നന്നായിട്ട് വിളവ് ലഭിക്കുന്നുണ്ടോ?
കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് വിളവ് ലഭിക്കുന്നുണ്ട്. ആ, ഇനി മറ്റ് ഭക്ഷ്യ വിളകൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ചേന, ചേമ്പ്, കാച്ചില്, അത്രയും കപ്പ, അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ? നമ്മൾ നേരത്തെ അത് കൃഷി ചെയ്തിരുന്നതാ. ഇപ്പൊ നമുക്ക് ശരിക്കും ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. കാട്ടുപന്നി, മുള്ളൻ പന്നി, അതേപോലെ എലി, കുരങ്ങ്. അപ്പൊ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ നമുക്കുള്ളത് കാരണം നമ്മൾ ആ മേഖലയിൽ നിന്ന് പിന്മാറി. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം, കാട്ടുപന്നി, മുള്ളംപന്നി, അതുപോലെ കുരങ്ങിൻ്റെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഭക്ഷ്യവിളകളൊന്നും തന്നെ കൃഷി ചെയ്യുന്നില്ല എന്നാണ് വിൻസെൻ്റ് ചേട്ടൻ പറയുന്നത്. ആ, പൊതുവെ ഈ യുവജനങ്ങൾ കാർഷിക മേഖലയിലേക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് കടന്നു വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ടാണ് അവർ കടന്നു വരാത്തത് എന്നാണ് വിൻസെൻ്റ് ചേട്ടൻ്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് കാർഷിക മേഖലയിലേക്ക് നമ്മളുടെ യുവജനങ്ങൾ കടന്നു വരാത്തത് ശരിക്കും ഒരു വലിയ ഒരു തെറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ കണ്ടുവരുന്നിടത്തോളം നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ കൃഷിക്കാണ് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുന്നത്. അവർക്ക് കൃഷിക്കാർക്ക് വേണ്ട വിത്ത്, വളം, വൈദ്യുതി, വെള്ളം, ഇതെല്ലാം തികച്ചും ഒരു പരിധിവരെ സൗജന്യം. സമയാസമയങ്ങളിൽ എല്ലാവിധ അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റിന് കുറ്റം പറയുന്നതല്ല, പക്ഷെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങള് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറവാണ്. കൃഷിക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയോ അതൊന്നും ചെയ്യുന്നില്ല. കുറ്റമല്ല, നമ്മൾ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളെ ഞാൻ കണ്ടുവരുന്നിടത്തോളം അങ്ങനെയാണ്. കൃഷിക്കാർക്ക് നമുക്ക് ശരിക്കും ഒരു പൊതു സ്ഥലത്താണെങ്കിൽ പോലും കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ ആളുകൾ അയ്യേ എന്ന് വെക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പലയിടത്തും കൃഷി എന്നോട് പലരും ചോദിക്കാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോഴോ, ഇപ്പൊ നിങ്ങളുടെ മേഖല എന്താ, കൃഷിയാണോ? ഒരു വിലക്കുറവ് പോലെ അല്ലേ? നമ്മളെന്തോ ഒരു അപരാധം ചെയ്ത രീതിയിലാണ് നമ്മളെ ആളുകൾ കാണുന്നത്. എന്താ അതിന്റെ കാരണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ ആളുകളുടെ കാഴ്ചപ്പാടാണോ? ഇപ്പൊ എല്ലാവരും ശരിക്കും ഒരു പുതിയ ട്രെൻഡ് നമ്മുടെ ഏരിയയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. UK, കാനഡ, ന്യൂസിലാൻഡ്, അയർലൻഡ്, എല്ലാവരും ഇപ്പൊ ആ മേഖലയിലേക്കാണ് ചിന്തിക്കുന്നത്. +2 കഴിഞ്ഞാൽ ഉടനെ യുവജനങ്ങളായിട്ടുള്ളവരെല്ലാം നാടുവിടുന്ന ഒരവസ്ഥയുണ്ട്. ശരിക്കും അത് എന്താ ഒരു പരിധിവരെ ചിലപ്പോൾ അവർക്ക് ഒരു പരിഗണന ഇവിടെ കിട്ടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി സ്ഥിരത ഇവിടെ കിട്ടാത്തത് കൊണ്ടാവാം. അങ്ങനെയൊക്കെ ആയിരിക്കാം. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല കറക്റ്റ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ വിളകൾക്കൊരു ന്യായവില ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ യുവജനങ്ങൾ കൃഷിയിലേക്ക് കടന്നു വരുമെന്നാണ് വിൻസെൻ്റ് ചേട്ടൻ്റെ അഭിപ്രായം അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഞാനിപ്പോ കാണുന്നത് ഒരു നല്ലൊരു ഏരിയ. എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരുന്നില്ല. കാരണം അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പം പുള്ളിയുടെ മകളെ വിവാഹം കഴിക്കാറായ മകളാ. അപ്പൊ പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പൊ പുള്ളി പറയുന്നത് നല്ലൊരു ആലോചന വന്നില്ല, ഇവിടങ്ങളിലെല്ലാം കൃഷിക്കാരാണ്. അപ്പൊ ഏതെങ്കിലും നല്ല ഒരു വിദേശത്തെ ജോലി ചെയ്യുന്ന ഒരു പയ്യനെയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ആ സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് കൃഷിക്കാരൻ, എന്താണ് നിങ്ങൾ കാണുന്ന ഒരു അപാകത? പണ്ടെല്ലാം നമ്മുടെ കാരണവന്മാരെല്ലാം കൃഷിക്കാരായിരുന്നു. എല്ലാ വീടുകളിലും തന്നെ ഇഷ്ടംപോലെ കുട്ടികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതനുസരിച്ചിട്ട് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതെല്ലാം പ്രശ്നങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോ കണ്ടു, എന്റെ ചെറുപ്പകാലത്തെല്ലാം ഒരു വീട്ടിലെ ഒന്നെങ്കിൽ ഒരു 3 or 4 പശു ഇല്ലാത്ത ഒരു വീടില്ലായിരുന്നു. കാരണം അന്ന് കൃഷിയായിരുന്നു. അന്ന് ശരിക്കും നമ്മളൊരു അല്ലെങ്കിൽ ഒരു പെൺകൊച്ചിനോ ഒരു ആൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു പെൺകൊച്ചിനെ നമ്മൾ കെട്ടിച്ചു വിടുന്നതിനെ പറ്റി ചിന്തിക്കുമ്പം അവരുടെ വീട്ടിൽ ആദ്യം എത്ര പശുക്കളുണ്ടെന്നായിരുന്നു അവര് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ പശുക്കളുടെ എണ്ണം വെച്ചിട്ടായിരുന്നു അവരുടെ സാമ്പത്തിക ഭദ്രത അവര് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ അവസ്ഥയെല്ലാം മാറിയിട്ട് ഒരു പശു വളർത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞാല് അവിടെ അവരുടെ മകളെ കെട്ടിച്ചു വിടാൻ അവർ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവരെ വിവാഹം കഴിച്ചു വിടാൻ തയ്യാറാകുന്നില്ല. കർഷകന് സമൂഹത്തിൽ ഒരു വില കിട്ടേണ്ട ആവശ്യമുണ്ട് എന്നാണ് വിൻസെൻ്റ് ചേട്ടൻ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലാർക്കുണ്ട്? ഇപ്പൊ ഭാര്യ, 2 മക്കള്. ഭാര്യ ലവ്ലി, 2 മക്കൾ. ഒരാള് ആൽബർട്ട്, അവൻ എഞ്ചിനീയർ ആണ്. പിന്നെ രണ്ടാമത്തെ ആള് റോബർട്ട്,
ഇപ്പോൾ MSc കെമിസ്ട്രി ലാസ്റ്റ് സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായമൊക്കെ കിട്ടുന്നുണ്ടോ? അത് നമുക്ക് 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. വേറെ കാർഷിക മേഖലയിൽ പൊതുവെ ഇങ്ങനെ കാർഷിക മേഖലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കാർഷിക പ്രവർത്തിയിൽ ഏർപ്പെടുമ്പോൾ സംതൃപ്തനാണോ? ഞാൻ ശരിക്കും ഈ കൃഷി കൊണ്ട് സംതൃപ്തനാണ്. ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ കൃഷിയും ഒരേപോലെ കാണുന്നയാളാണ്. നമ്മളൊരു കൃഷി അല്ലെങ്കിൽ നമ്മളൊരു സാധനം നമ്മളെ പറമ്പിൽ നട്ട് വളർത്തി നമ്മൾ അതിൻ്റെ ചോട്ടിക്കൂടെ ചെല്ലുമ്പോൾ അതിൻ്റെ വളർച്ചയും ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന അതേ ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ കൃഷിയിൽ സംതൃപ്തനാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, പള്ളിവാസൽ പഞ്ചായത്തിലെ കാണ്ടിയാമ്പാറ പ്രദേശത്തെ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെടുന്ന മികച്ച കർഷകനായ വിൻസെൻ്റ് ജോർജ് പാറയ്ക്കലാണ് ഇത്രയും നേരം തൻ്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി. പ്രിയ ശ്രോതാക്കളെ, പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കാണ്ടിയാമ്പാറ സ്വദേശിയായ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ കാണ്ടിയാമ്പാറ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകനായ ശ്രീ വിൻസെൻ്റ് ജോർജുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കാണ്ടിയാമ്പാറ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകനായ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കാണ്ടിയാമ്പാറ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകനായ ശ്രീ വിൻസെൻ്റ് ജോർജുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കാണ്ടിയാമ്പാറ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ വിൻസെൻ്റ് ജോർജുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കാണ്ടിയാമ്പാറ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ വിൻസെൻ്റ് ജോർജുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്.